السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. മൗലിദാഘോഷത്തിന്റെ അന്തസത്ത എന്താണ് എന്നും വിശുദ്ധ ഇസ്ലാം ആ അന്തസത്തയെ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുമൊക്കെ കഴിഞ്ഞ ക്ലാസുകളിൽ വിശദമായി നാം പറഞ്ഞിരുന്നു. ഇന്ന് നാം പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് ഇന്ന് നാം കാണുന്ന രൂപത്തിലുള്ള ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അത് പുണ്യകർമ്മമാണോ അല്ലയോ എന്ന വിഷയത്തിൽ മഹത്തുക്കളായ നമ്മുടെ അഇമ്മത്ത് പറഞ്ഞ അഭിപ്രായങ്ങളാണ്. മഹാനായ അല്ലാമ അൽ ഇമാം അബൂ ശാമ റളിയല്ലാഹു അൻഹു ഹിജ്റ 665 വഫാത്തായ പണ്ഡിതനാണ്. അവിടുന്ന് പറയുന്നു, വമിൻ അഹ്സനി മബ്തുദിഅ ഫീ സമാനിന മിൻ ഹാദൽ ഖബീലി മാ കാന യുഫ്അലു ബിമദീനത്തി ഇർബൽ ജബറഹ അല്ലാഹു തആല കുല്ല ആമിൻ ഫിൽ യൗമിൽ മുവാഫിഖി ലിയൗമി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനസ് സ്വദഖാതി വൽ മഅറൂഫി വഇദ്ഹാരി സീനത്തി വസ്സുറൂർ. ഇർബൽ രാജ്യത്ത് ആ നാട്ടുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തിവരാറുള്ള ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും സന്തോഷ പ്രകടനങ്ങളുമൊക്കെ ഈ കാലഘട്ടത്തിൽ ആരംഭിച്ച ഏറ്റവും നല്ല ആചാരമാണ്. ബഹുമാനപ്പെട്ട അബൂ ശാമ റളിയല്ലാഹു അൻഹു ആണ് ഈ പറയുന്നത്. ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദുമാരിൽ പ്രമുഖനാണ് മഹാനായ അബൂ ശാമ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെ തുടർന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നാം പറഞ്ഞിരുന്നു, ഫഇന്ന ദാലിക മഅ മാ ഫീഹി മിനൽ ഇഹ്സാനി ഇലൽ ഫുഖറാഇ മുശ്ഇറുൻ ബിമഹബ്ബത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഅദീമിഹി വജലാലത്തിഹി ഫീ ഖൽബി ഫാഇലി വശുക്രില്ലാഹി തആല അലാ മാ മന്ന ബിഹി മിൻ ഈജാദി റസൂലിഹി അല്ലദീ അർസലഹു റഹ്മത്തൻ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു നബിദിനാഘോഷ പരിപാടിയിൽ, മൗലിദാഘോഷത്തിൽ ഒരുപാട് പാവങ്ങളായ ആളുകൾക്ക് നന്മ ചെയ്യുക എന്ന ഒരു പുണ്യകർമ്മമുണ്ട്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തും ആദരവും, ആ തങ്ങളെ അല്ലാഹു തആല നമുക്ക് നൽകി വലിയ അനുഗ്രഹം ചെയ്തു എന്നതിനുള്ള നന്ദി പ്രകടനവുമൊക്കെ ഈ മൗലിദാഘോഷത്തിൽ ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്നു. അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിന്റെ 23-ാമത്തെ പേജിൽ മഹാനവറുകൾ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അൽ അല്ലാമ ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 737 വഫാത്തായ പണ്ഡിതനാണ്. അദ്ദേഹം അവിടുത്തെ അൽ മദ്ഖലിന്റെ 2-ാം വാള്യം 3-4 പേജുകളിൽ വളരെ വിശദമായി ഈ വിഷയത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ മഹാനവറുകൾ പറഞ്ഞ ഒരു ഭാഗം മാത്രം ഞാൻ വായിക്കാം. അശാറ അലൈഹി സ്വലാത്തു വസ്സലാം ഇലാ ഫളീലത്തി ഹാദ ശഹ്രിൽ അളീം ബിഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം ലിസ്സാഇലി അല്ലദീ സഅലഹു അൻ സൗമി യൗമിൽ ഇസ്നൈൻ ഫഖാല ലഹു അലൈഹി സ്വലാത്തു വസ്സലാം ദാലിക യൗമുൻ വുലിദ്തു ഫീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തിങ്കളാഴ്ച ദിവസത്തിലെ നോമ്പിനെ കുറിച്ച്, അത് പുണ്യകർമ്മമാക്കപ്പെടാനുള്ള കാരണത്തിനെ കുറിച്ച് ചോദിച്ച സ്വഹാബി വര്യനോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാലിക യൗമുൻ വുലിദ്തു ഫീഹി, അന്ന് എന്റെ ജന്മദിനമാണ്. ഈ ഒരു വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരൊറ്റ വാക്യം മതി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ 12 ആ ദിവസം ഉൾക്കൊള്ളുന്ന റബീഉൽ അവ്വൽ മാസത്തിന്റെ മഹത്വം തിരിച്ചറിയാൻ ഇത് മാത്രം മതി. ഈ മാസത്തിന് മഹത്വമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാചകം സൂചിപ്പിക്കുന്നത്. ഫതശ്രീഫു ഹാദൽ യൗമി മുതളമ്മിനുൻ ലിതശ്രീഫി ഹാദ അശ്ശഹ്രി അല്ലദീ ഉലിദ ഫീഹി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ഈ ദിവസത്തിന് മഹത്വം കൊടുക്കുക എന്നത് ആ ദിവസവും കൂടി ഉൾക്കൊള്ളുന്ന
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച റബീഉൽ അവ്വൽ മാസത്തിനും മഹത്വമുണ്ട് എന്നതിനെ ഉൾക്കൊള്ളിക്കുന്നു. ഫയംബഗി അൻ നഹ്തരിമഹു ഹഖ്ഖൽ ഇഹ്തിറാമി വനുഫദ്ദിലുഹു ബിമാ ഫദ്ദലല്ലാഹു ബിഹിൽ അശ്ഹുറൽ ഫാദില. അതുകൊണ്ട് തന്നെ ഈ മാസത്തിനെ അർഹിക്കുന്ന രൂപത്തിൽ ആദരിക്കുകയും ഈ മാസത്തിന് വലിയ ശ്രേഷ്ഠത നൽകുകയും ചെയ്യുക എന്നത് നമുക്ക് ബാധ്യതയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു എഴുതുന്നു. ധാരാളം റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹാനായ അൽ ഹാഫിൽ അബൂ സുർഅ വലിയുദ്ദീനുൽ ഇറാഖി റളിയല്ലാഹു അൻഹു ഹിജ്റ 826 വഫാത്തായ മഹാനാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഹൈന സഅലഹു ഫിഅലുൽ മൗലിദി മുസ്തഹബ്ബുൻ ഔ മക്റൂഹുൻ. മൗലിദാഘോഷം അത് പുണ്യകർമ്മമാണോ അതല്ല അത് മക്റൂഹാണോ എന്ന് ചോദിച്ചു മഹാനവർകളോട്. ഹൽ വറദ ഫീഹി ശൈഉൻ ഔ ഹൽ ഫഅലഹു മൻ യുഖ്തദാ. ഈ വിഷയത്തിൽ വല്ല തെളിവും ഉണ്ടോ, ഇത് ചെയ്ത മാതൃകായോഗ്യരായ ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് ഫഅജാബ ബിഖൗലിഹി, മഹാനവർകൾ മറുപടി പറയാൻ, അൽ വലീമത്തു വൈതുആമു തുആമി മുസ്തഹബ്ബുൻ കുല്ല വഖത്തിൻ. എല്ലാവർക്കും ഭക്ഷണം നൽകുക, സദ്യയൊരുക്കുക എന്നത് എല്ലാ സമയത്തും പുണ്യകർമ്മമാണ്. ഫകൈഫ ഇദൻ ദമ്മ സുറൂറു ബിദുഹൂരി നൂരിൻ നുബുവത്തി ഫീ ഹാദ അശ്ശഹരി ശരീഫ്. അപ്പോൾ പിന്നെ ഈ പുണ്യമായ മാസത്തിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് പൂജാതനായതിന്റെ പേരിലുള്ള സന്തോഷവും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഭക്ഷണം നൽകുന്നതും സദ്യയൊരുക്കുന്നതും അതിന്റെ പുണ്യം പിന്നെ പറയേണ്ടതുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വലാ നഅലമു ദാലിക അനിസ് സലഫി, മഹാന്മാരാകുന്ന മുൻഗാമികളായ സ്വഹാബത്ത്, അതുപോലെ ഉത്തമ നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ സലഫു സ്വാലിഹുകൾ ഇന്ന് നാം ഈ ചെയ്യുന്ന പ്രത്യേക രൂപത്തിലുള്ള മൗലിദാഘോഷം സംഘടിപ്പിച്ചതായി നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ വലാ യൽസമു മിൻ കൗനിഹി ബിദ്അത്തൻ കൗനുഹു മക്റൂഹൻ, അന്ന് ഈ കാണുന്ന രൂപത്തിലുള്ള മൗലിദാഘോഷം ഇല്ല എന്നതുകൊണ്ട് ഇപ്പോൾ അത് ഉണ്ടാകുന്നത് പാടില്ലാത്തതാണ് എന്ന് പറയാൻ ന്യായമില്ല. ഫകം മിൻ ബിദ്അത്തിൻ മുസ്തഹബ്ബ, എത്ര പുതിയ പുതിയ വിഷയങ്ങൾ പുണ്യകർമ്മങ്ങളുണ്ട്. ബൽ വാജിബ എന്നല്ല, നിർബന്ധമായ വിഷയങ്ങൾ തന്നെ പറയാനുണ്ട്. ഇദാ ലം യൻദമ്മ ബിദാലിക മഫ്സദത്തുൻ, യാതൊരു തെറ്റും ഇല്ലാത്ത സമയത്തൊക്കെ പുണ്യകർമ്മങ്ങളാകുന്ന എന്നല്ല നിർബന്ധമായി തീരുന്ന എന്തെല്ലാം പുതിയ വിഷയങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട വലിയുദ്ദീനുൽ ഇറാഖി റളിയല്ലാഹു അൻഹു ഈ വിഷയം രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട അൽ ഇമാം അൽ അല്ലാമ ഇബ്നുൽ ജസിരി റളിയല്ലാഹു അൻഹു പറയുന്നു, കമാ ജുരിബ അന്ന മൻ ഫഅല ദാലിക കാന ലഹു അമാനം ഫീ ദാലികൽ ആം. നബിദിനാഘോഷം മൗലിദാഘോഷം നടത്തുന്ന ആളുകൾക്ക് ആ വർഷത്തിൽ പൂർണ്ണമായി നിർഭയത്വം ഉണ്ടാകും എന്ന് മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഇത്മാമുൻ നിഅമത്തിൽ കുബ്രയിലും ഇമാം സഖാവി തങ്ങൾ അൽ അജ്വത്തുൽ മർദിയയിലും ഈ ഉദ്ധരണി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മഹാനായ ഹാഫിൽ ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ അൽ ഹാബിലിൽ ഫതാവയുടെ 1-ാം വാള്യം 176-ാമത്തെ പേജിൽ വിശദമായി ഈ നബിദിനാഘോഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. അന്ന അസ്ല അമലിൽ മൗലിദില്ലദി ഹുവ ഇജ്തിമാഉൻ നാസി വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആനി വരിവായത്തുൽ അഖ്ബാരിൽ വാരിദത്തി ഫീ മബ്ദഇ അംരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ വഖഅ ഫീ മൗലിദിഹി മിനൽ ആയാത്ത്. നബിദിനാഘോഷം എന്ന് പറയുമ്പോൾ ഒന്ന് ഇജ്തിമാഉൻ നാസ്, ജനങ്ങൾ സമ്മേളിക്കലാണ്. വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ, കഴിയുന്നത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലാണ്. വരിവായത്തുൽ അഖ്ബാരിൽ വാരിദത്തി ഫീ മബ്ദഇ അംരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ വഖഅ ഫീ മൗലിദിഹി മിനൽ ആയാത്ത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിന്റെ ശേഷവും ജനിക്കുന്ന സമയത്തും അതിന്റെ മുമ്പും ഒക്കെ ഉണ്ടായ അത്ഭുതങ്ങൾ പറയലും പാരായണം ചെയ്യലുമാണ്. സുമ്മ യുമദ്ദു ലഹും സിമാത്തുൻ, പിന്നീട് അവിടെ പങ്കെടുത്ത ആളുകൾക്ക് വേണ്ടി ഒരു സുപ്ര വിരിക്കപ്പെടും. ആ സുപ്രയിൽ നല്ല ഭക്ഷണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാകും. യഅ്കുലൂനഹു വയൻസരിഫൂന മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, നല്ലവണ്ണം ഈ മൗലിദിൽ പങ്കെടുത്ത ആളുകൾ ഭക്ഷണം കഴിക്കും. ഇതല്ലാതെ അവിടെ വേറെ ഒരു അനാവശ്യമായ കാര്യങ്ങളും നടക്കുന്നില്ല, ഒരു അനിസ്ലാമികമായ വിഷയങ്ങളും അവിടെ നടക്കുന്നില്ല. ജനങ്ങൾ സമ്മേളിക്കുന്നു, ഖുർആൻ ഓതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പാടുകയും പറയുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള ഈ മൗലിദാഘോഷം അത് ഹുവ മിനൽ ബിദ്ഇൽ ഹസനത്തില്ലതി യുസാബു അലൈഹാ സ്വാഹിബുഹാ, അത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രതിഫലം ലഭിക്കുന്ന നല്ല ആചാരമാണ് എന്ന് ബഹുമാനപ്പെട്ട
ഇമാമുന സുയൂത്തി റഹിമഹുല്ല രേഖപ്പെടുത്തി വെക്കുന്നു. ഹിജ്റ 640 വഫാത്തായ ഇബ്രാഹിം ബുർഹാനുദ്ദീൻ ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാമ ഇമാം സഖാവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം. വകാന യഅമലു തആമൻ ഫിൽ മൗലിദിൻ നബവി വയുത്ഇമുൻ നാസ്. മഹാനായ ബുർഹാനുദ്ദീൻ ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു ആളുകൾക്ക് ഒരുപാട് ഭക്ഷണം ഒരുക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദാഘോഷം സംഘടിപ്പിക്കും. വയഖൂലു, മഹാനവറുകൾ പറയാറുണ്ടത്രേ, ലൗ തമക്കൻതു അമിൽതു ബിതൂലി ശഹരി കുല്ല യൗമിൻ മൗലിദാ. എനിക്ക് സാധ്യമായിരുന്നു എങ്കിൽ ഈ മാസം മുഴുവനും എല്ലാ ദിവസവും പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിന്റെ പേരിലുള്ള സന്തോഷ പ്രകടനം എന്ന നിലയ്ക്ക് ജനങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുകയും വലിയ സദ്യ ഒരുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതായി ഇമാം സഖാവി റളിയല്ലാഹു അൻഹു അത്തുഫത്തുൽ ലത്തീഫ ഫീ താരീഖിൽ മദീനത്തി ശരീഫ എന്ന ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യം 91-ാമത്തെ പേജിലും അൽ അജിബത്തുൽ മർദിയ എന്ന ഗ്രന്ഥത്തിലും മഹാനവറുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്തിനേറെ മൗലിദാഘോഷം അത് അനാചാരമാണെന്നും പാടില്ലെന്നും പറയുന്ന കക്ഷികൾ പോലും അവരുടെ നേതാവായി പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ അദ്ദേഹം പറഞ്ഞത് കണ്ടോ നിങ്ങൾ? ഫതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമൻ ഖദ് യഫ്അലുഹു ബഅദുൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിനെ ആദരിക്കുകയും അതിനെ ആഘോഷവേളയാക്കുകയും ചെയ്യുക എന്ന പണി പല ആളുകളും പ്രവർത്തിക്കുന്നുണ്ട്. വയകൂനു ലഹു അജ്റുൻ അദീമുൻ, അവർക്ക് വലിയ പ്രതിഫലം ഉണ്ട്. ലിഹുസ്നി ഖസ്ദിഹി വതഅലീമിഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുകയും അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന വ്യക്തി നല്ല ഉദ്ദേശം വെച്ച് പുലർത്തുകയും ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വലിയ പ്രതിഫലമുണ്ടെന്ന് ഇബ്നു തൈമിയ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിന്റെ 330-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് കേവലം ഈ അടുത്തിടെ ആരംഭിച്ച ഒരു പുതിയ ആചാരം അല്ല, ഇസ്ലാം അനുവദിക്കാത്ത ഒരു പ്രവർത്തനമല്ല. മറിച്ച് കഴിഞ്ഞുപോയ മഹാന്മാരായ അഇമ്മത്തുകൾ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും അവർ മാതൃക കാണിക്കുകയും അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത പുണ്യകർമ്മമാണ്, പ്രതിഫലം ലഭിക്കുന്ന അമലുകളാണ് എന്ന് ഒരുപാട് ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ പണ്ഡിതന്മാരെ മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനും ആ സ്നേഹത്തിന്റെ ഭാഗമായി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാനും സന്തോഷ പ്രകടനങ്ങൾ നടത്താനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.